വലിയ തോതിൽ തന്നെ കുതുകാലുവെട്ടാനും കെ ശൈലജ എന്ന ആ നേതാവിനെ തന്നെ കുഴിച്ചു മൂടാനുമായിട്ടുള്ളൊരു ശ്രമം തന്നെയാണോ നടത്തിയിരിക്കുന്നത്? ഇത് ശരിക്കും ആരുടെ ബുദ്ധിയാണ്? എന്തിന് മട്ടന്നൂരിൽ കെ ശൈലജ ടീച്ചറെ തഴഞ്ഞു? ഇതും ഒരു വെട്ടിനിരത്തലിൻ്റെ ഭാഗമാണോ? കണ്ണൂരിൽ ഇതിനു മുൻപ് പി ജയരാജനെ വെട്ടിയതുപോലെ കടയ്ക്കൽ തന്നെ കത്തിവെക്കുന്ന ടീച്ചറെ ഒതുക്കാനുള്ള ഒരു കുതന്ത്രമാണോ എന്ന് പലരും, പ്രത്യേകിച്ചും ഇടതു സഹയാത്രികരടക്കം പറച്ചിൽ തുടങ്ങിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ കെ ശൈലജയ്ക്ക് സീറ്റില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. മുൻ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ ശൈലജ കഴിഞ്ഞ തവണ റെക്കോർഡ് ചരിത്ര വിജയമായിരുന്നു അവിടെ കരസ്ഥമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും ഏറെ വോട്ട് നേടി 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടിയ ആ സാഹചര്യത്തിൽ ഏവരും ഒരുപോലെ പറഞ്ഞിരുന്നു, ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വനിതാ മുഖ്യമന്ത്രിയായിരിക്കും കെ ശൈലജയെന്ന്. അന്നു മുതൽ തന്നെ തുടങ്ങിയതാണ് വെട്ടിനിരത്തൽ. തൊട്ടുപിറകെ പ്രായപരിധി ചൂണ്ടിക്കാട്ടി മന്ത്രിസ്ഥാനം നൽകിയില്ല. അതിനുശേഷം വടകരയിൽ പാർലമെന്റ് ഇലക്ഷന് വേണ്ടി മത്സരിപ്പിച്ച് ഷാഫി പറമ്പിലിനോട് ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിലുണ്ടായ വിവാദങ്ങൾ തെല്ലൊന്നും തന്നെയല്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മട്ടന്നൂരിൽ സിറ്റിംഗ് സീറ്റ് നൽകിയില്ല എന്നതല്ല പ്രധാനപ്പെട്ട വിഷയം, മറിച്ച് ശൈലജ ടീച്ചർ പരാജയം രുചിച്ച പേരാവൂരിൽ തന്നെ ഇത്തവണ മത്സരിപ്പിക്കും എന്നുള്ള വാശിയാണ് CPM-നുള്ളത്. വിജയസാധ്യത ഏറെ കുറഞ്ഞ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നത് ഒരു ഒതുക്കലാണെന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ശക്തി മണ്ഡലം കൂടിയാണ് പേരാവൂർ എന്ന് പറയുന്നത്. ഇടയ്ക്കൊരു തവണ കെ ശൈലജ സീറ്റ് നേടിയെങ്കിൽ പോലും പിന്നീട് പരാജയപ്പെടുത്തി ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ്. കഴിഞ്ഞ 4 ടേമുകളായി അദ്ദേഹം തന്നെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ അവിടെ മത്സരിപ്പിക്കുന്നത് ആത്മഹത്യാപരമെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സൂചിപ്പിച്ചത്. മത്സരിക്കാനുള്ള സന്നദ്ധത കെ ശൈലജ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെയും അവർ നൽകിയിട്ടില്ല. എന്നിരുന്നാൽ ഇതിനോട് താല്പര്യക്കുറവ് കെ ശൈലജ പ്രകടിപ്പിച്ചു കഴിഞ്ഞുവെന്ന CPM വൃത്തങ്ങളിൽ നിന്നും സൂചനയും കിട്ടുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കണമെന്നാണ് തീരുമാനം. മട്ടന്നൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കെ ശൈലജയെ UDF-ന്റെ കൈവശമുള്ള പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിനെതിരെ കളത്തിലിറക്കുമ്പോൾ CPM-ന്റെ ഈ നീക്കം പാളില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. 5 തവണ മത്സരിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി കെ ശൈലജ വെട്ടാൻ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. MLA-മാർ മാറി നിൽക്കണമെന്ന തീരുമാനം നേരത്തെ കൈക്കൊണ്ടിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ പിന്നോട്ട് വരികയാണ് CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജയിക്കാതിരിക്കാൻ, പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു മണ്ഡലം തന്നെ കൊടുത്തേക്കാം എന്നായിരിക്കും ഒരു പക്ഷേ തീരുമാനിച്ച് മട്ടന്നൂരിൽ നിന്ന് മാറ്റിയത്. മട്ടന്നൂരിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള VK സനോജിനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. നിലവിൽ തലശ്ശേരി MLA-യും സ്പീക്കറുമായിട്ടുള്ള N ഷംസീറിന് പകരം കാരായി രാജനെ ആയിരിക്കും മത്സരിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതുള്ള അതൃപ്തി ഇതിനോടകം തന്നെ കെ ശൈലജ പ്രകടിപ്പിച്ചു കഴിഞ്ഞുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തിനാണ് തന്നെ മട്ടന്നൂരിൽ നിന്നും മാറ്റിയത്? സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ ശൈലജ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. 2 തവണ മത്സരിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടല്ലോ എന്ന ചോദ്യവും കെ ശൈലജ ഉയർത്തി. പിണറായി വിജയൻ അടക്കമുള്ള പലരും സിറ്റിംഗ് സീറ്റിൽ പിന്നെയും മത്സരിക്കുമ്പോഴാണ് ടീച്ചറെ ഒതുക്കുന്ന ഒരു തന്ത്രം CPM പയറ്റിയത്. പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഒരു വിഭാഗം നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ടീച്ചർക്ക് സീറ്റ് നിഷേധിച്ചാൽ അത് സംസ്ഥാനത്ത് CPM-ന്റെ ജയസാധ്യത തന്നെ കുറച്ചേക്കും എന്ന ചർച്ചയും ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിച്ചില്ലേലും കുഴപ്പമില്ല, സീറ്റ് നൽകാം എന്ന രീതിയിലേക്ക് കടന്നത്. ജയമുറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ വ്യവസ്ഥയിൽ ഇളവ് നൽകാമെന്നൊരു തീരുമാനം അങ്ങനെ കൈക്കൊണ്ടു. ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതായിട്ടുള്ള വിവരവും ഇതോടൊപ്പം തന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് മത്സരിക്കാൻ അവസരം നൽകിയെന്ന് CPM പറയുമ്പോൾ പരാജയപ്പെടുത്താനുള്ള തന്ത്രം മറുഭാഗത്ത് ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആ ക്ഷീണം ഇതുവരെയും മാറിയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേരാവൂരിലും CPM-നുള്ള വിജയസാധ്യത ഏറെ കുറവാണ്. ജയസാധ്യതയില്ലാത്തൊരു മണ്ഡലം. ആ ഘട്ടത്തിൽ വിജയസാധ്യത തെല്ലേ കുറവായിട്ടുള്ള മണ്ഡലത്തിൽ കെ ശൈലജയെ എന്തിനിറക്കി? ഇനിയൊരു തോൽവി കൂടി നേരിട്ട് കഴിഞ്ഞാൽ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും, നിർബന്ധിതയാകും. അത് പാർട്ടിക്ക് തന്നെ ആയിരിക്കും തിരിച്ചടിയാവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിണറായി വിജയന് ഏറെ ഗുണവും.
പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ടേമിൽ ഇളവ് വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അതേപടി നടപ്പിലാക്കുകയാണ് മട്ടന്നൂരിന്റെയും തലശ്ശേരിയുടെയും കാര്യത്തിൽ ജില്ലാ നേതൃത്വം ചെയ്തത്. 5 തവണ മത്സരിച്ച കെ ശൈലജ 4 വിജയങ്ങളോടെ 20 വർഷം MLA ആയി. 3 മണ്ഡലങ്ങളിലായി ജയം. 96-ലും 2016-ലും കൂത്തുപറമ്പിൽ, 2006-ൽ പേരാവൂരിൽ, 2021-ൽ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി 60,963 വോട്ട് നേടി മട്ടന്നൂർ നിലനിർത്തി. അതുകൊണ്ട് ഇത്തവണയും മട്ടന്നൂരിൽ കെ ശൈലജ വേണമെന്ന നിലപാട് ജില്ലാ നേതൃത്വം ഉയർത്തിയിരുന്നു. നേരത്തെ മട്ടന്നൂരിൽ വിജയിച്ചു കയറിയപ്പോൾ RSPയിലെ ഇല്ലിക്കൽ അഗസ്തി ആയിരുന്നു കെ ശൈലജയുടെ എതിരാളി കൂടി. 2016-ൽ കൂത്തുപറമ്പിൽ നിന്നും 12,291 വോട്ടിനായിരുന്നു വിജയിച്ചത്. JDUവിലെ KP മോഹനായിരുന്നു എതിരാളി അന്ന്. 2011-ൽ പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ സണ്ണി ജോസഫിനോട് 3,440 വോട്ടിന് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അന്നു മുതൽ ഇന്നുവരെ പേരാവൂർ മണ്ഡലം നിലനിർത്തുന്നത് സണ്ണി ജോസഫ് തന്നെയാണ്. 2006-ൽ പേരാവൂരിൽ 9,099 വോട്ടിന് ജയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അവരുടെ സീറ്റ് തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ AD മുസ്തഫയായിരുന്നു 2006-ലെ കെ ശൈലജയുടെ എതിരാളി. 2011-ൽ ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്നും ഉറപ്പായും ഇത്തവണ തിരിച്ചു പിടിക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടി നൽകുന്നത്. 2016-ലും 2021-ലും പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ കൊടുത്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ പരാജയപ്പെടുത്താൻ തന്നെയാണോ ഈ മണ്ഡലങ്ങൾ നൽകിയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. 2011-ൽ 48% വോട്ടുകളായിരുന്നു സണ്ണി ജോസഫ് നേടിയതെങ്കിൽ 45% വോട്ടുകളാണ് കെ ശൈലജ നേടിയത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെയും സണ്ണി ജോസഫിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. CPM-ൽ ജനപ്രീതി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കടുപ്പമുള്ള സീറ്റിൽ മത്സരിക്കട്ടെ എന്ന അഭിപ്രായം MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്ന ചില വാദങ്ങൾ, അതിനുള്ള കാരണവും കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാകും. അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവരെ മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശം, അത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇളവോടെ താരതമ്യേന സുരക്ഷിത മണ്ഡലം നൽകേണ്ടി വന്നാൽ വനിതാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നീക്കിവെച്ച തളിപ്പറമ്പായിരിക്കും പരിഗണിക്കുന്നത്. അവിടെ ഇപ്പോഴുള്ള പ്രധാന പേര് മറ്റാരുടെയുമല്ല, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയുടേതാണ്. അതുതന്നെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടത്. പാർട്ടിക്ക് പുറത്തുള്ളവർ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്നുവരെ സാധ്യത കണ്ട ഒരു നേതാവിനെ എങ്ങനെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഒഴിവാക്കാൻ കഴിയുക? സംസ്ഥാന തലത്തിൽ പോലും വലിയ രീതിയിൽ അത് ചർച്ചയായി മാറിയിരുന്നു. അതിനുശേഷമാണ് അങ്ങനെ ഒരു ആശങ്ക വേണ്ട, മത്സരിപ്പിച്ചാൽ പ്രശ്നം അവിടെ അവസാനിക്കുമല്ലോ, വിജയിക്കാതിരുന്നാൽ പോരെ, അങ്ങനെ ഒരു തന്ത്രമായിരിക്കും ഒരുപക്ഷെ ഇത്തവണ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ തവണ മന്ത്രിസഭാ രൂപീകരണത്തിൽ കെ ശൈലജയെ തഴഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു. പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. മണ്ഡലം 2011-ൽ പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം UDF ഘടകകക്ഷികളായിരുന്നു മട്ടന്നൂർ സീറ്റിൽ മത്സരിച്ച് ജയിച്ചത്. ഇനി മട്ടന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ഡലം 2011-ൽ പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം UDFിന്റെ ഘടകകക്ഷികളാണ് മട്ടന്നൂർ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPC അംഗം രാജീവൻ ഇളയാവൂർ, ചന്ദ്രൻ തില്ലങ്കേരി, യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദ് എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു ഇളക്കുഴി, സത്യപ്രകാശ് എന്നിവരെയാണ് BJP മട്ടന്നൂരിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് സൂചന. സംഘടനാ രംഗത്ത് തഴയപ്പെടുന്ന P ജയരാജനെ പാർലമെന്ററി രംഗത്തും പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. P ജയരാജന്റെ വിധി തന്നെയായിരിക്കും ഇനി കെ ശൈലജ ടീച്ചറിനും സംഭവിക്കുക എന്നാണ് ഏവരും കുറ്റപ്പെടുത്തുന്നത്.